നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. അമ്പലപ്പുഴ താലൂക്ക് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നഗരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വികസന മുന്നേറ്റങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുതുകുളം പഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KV ജ്യോതിപ്രഭ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ പൈതൃക പാലങ്ങളിൽ ഇടം നേടിയ മുപ്പാലം പുനർനിർമ്മിച്ച് നാൽപ്പാലമാക്കിയതിന്റെ ഉദ്ഘാടനം ഈ മാസം 15-ന് നടക്കുമെന്ന് ഭാരവാഹികൾ. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നടത്തും. ജനകീയ വികസന നേട്ടങ്ങൾ അടയാളപ്പെടുത്തി ചെറുതന വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി രാജു വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അസ്മിത വിമൻസ് കയാക്കിംഗ് കനോയിങ് ലീഗിന് ആലപ്പുഴയിൽ തുടക്കമായി. പുന്നമട സായിൽ സംഘടിപ്പിച്ച ചടങ്ങ് കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ബെല്ലാം കുമാർ ഉപാധ്യായ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ മണ്ഡലം വികസനോത്സവം 2025 ഈ മാസം 12-ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് H ഇസ്ലാം MLA പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. വാർത്തകൾ വിശദമായി. അമ്പലപ്പുഴ താലൂക്ക് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നഗരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. KC വേണുഗോപാൽ MP പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൻജനാവലിയുടെ സഹകരണത്തോടെ നഗരത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. നേരത്തെ തെക്കേ മഹൽ മുസ്ലിം ജമാഅത്ത് ജുമാ മസ്ജിദിന് മുന്നിൽ നിന്നും ആരംഭിച്ച ഐക്യദാർഢ്യ റാലി EMS സ്റ്റേഡിയത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്കും അമ്മമാർക്കും നീതി ലഭിക്കണം. തട്ടിക്കൂട്ടിയ സമാധാന ഐക്യമല്ല അവർക്ക് വേണ്ടത്. ശാശ്വതമായ പരിഹാരമാണ് പലസ്തീൻ ജനതയ്ക്ക് ആവശ്യമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. മുസ്ലിം കോർഡിനേഷൻ അമ്പലപ്പുഴ താലൂക്ക് കമ്മിറ്റി ചെയർമാൻ AM നസീർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ PP ചിത്തരഞ്ജൻ, H ഇസ്ലാം, നവാസ് മന്നാനി, ആലപ്പുഴ രൂപത PRO ഫാദർ സേവ്യർ കുടിയാംശ്ശേരി, SN ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ലൈഫ് മഠാധിപതി സ്വാമി സുഖകാശ സരസ്വതി, CS സലീം ചക്കിട്ടാപ്പറമ്പിൽ, ഇക്ബാൽ സാഗർ, ഹാരിസ് സലീം, ഫൈസൽ ഷംസുദ്ദീൻ, PA ഷിഹാബുദ്ദീൻ മുസ്ലിയാർ, അഷ്റഫ് പനക്കൽ എന്നിവർ സംസാരിച്ചു. തോട്ടപ്പള്ളി മുതൽ മണ്ണഞ്ചേരി വരെയുള്ള വിവിധ മഹൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെയും വിവിധ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വികസന മുന്നേറ്റങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുതുകുളം പഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KV ജ്യോതിപ്രഭ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. വികസന മുന്നേറ്റങ്ങൾ വ്യക്തമാക്കിയും പൊതുജനാഭിപ്രായം സമാഹരിച്ചും മുതുകുളം ഗ്രാമപഞ്ചായത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ചു. മുതുകുളം പഞ്ചായത്ത് പ്രസിഡന്റ് KV ജ്യോതിപ്രഭ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ലൈഫ് ഭവന പദ്ധതി മുഖേന പഞ്ചായത്തിലെ ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമി വാങ്ങുന്നതിന് 2.54 കോടി രൂപ ചെലവഴിച്ചതായും 5.6 കോടി രൂപ ചെലവഴിച്ച് 95 ദരിദ്ര കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയതായും സദസ്സിൽ അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ പഞ്ചായത്തിലെ 9 ഗുണഭോക്താക്കളെ പൂർണ്ണമായും അതിദാരിദ്ര്യ മുക്തരാക്കുകയും 2024-ൽ തന്നെ പഞ്ചായത്തിനെ അതിദാരിദ്ര്യ മുക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തതായും അധികൃതർ വ്യക്തമാക്കി. മുതുകുളം NSS ഹാളിൽ സംഘടിപ്പിച്ച സദസ്സിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് G ലാൽമാളവ്യ അധ്യക്ഷത വഹിച്ചു. 400ഓളം പേർ പങ്കെടുത്ത സദസ്സിൽ പഞ്ചായത്ത് സെക്രട്ടറി N അനിൽകുമാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേട്ടങ്ങളും റിസോഴ്സ് പേഴ്സൺ G വിനോദ് കുമാർ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും അവതരിപ്പിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷ മഞ്ജു അനിൽകുമാർ, കില RP ചന്ദ്രബാബു, പഞ്ചായത്ത് അംഗങ്ങളായ ശുഭ ഗോപകുമാർ, CV ശ്രീജ, സുസ്മിത ദിലീപ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ വികസന സദസ്സിൽ സംബന്ധിച്ചു. ആലപ്പുഴയിലെ പൈതൃക പാലങ്ങളിൽ ഇടം നേടിയ മുപ്പാലം പുനർനിർമ്മിച്ച് നാൽപ്പാലമാക്കിയതിന്റെ ഉദ്ഘാടനം ഈ മാസം 15-ന് നടക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നാൽപ്പാലത്തിന്റെ ഉദ്ഘാടനം നടത്തും. സംസ്ഥാന സർക്കാർ KRFB-യിൽ നിന്നും 17.825 കോടി രൂപ വിനിയോഗിച്ച് പൊതുമരാമത്ത് വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പുനർനിർമ്മിച്ച മുപ്പാലം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഈ മാസം 15-ന് വൈകിട്ട് 6 മണിക്ക് ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. മുപ്പാലം നാൽപ്പാലമാക്കി പുനർനിർമ്മിച്ചത് ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം വിനോദസഞ്ചാര വകുപ്പ് 22.50 കോടി രൂപ ചെലവഴിച്ച് നടപ്പാക്കുന്ന ആലപ്പുഴ പൈതൃക പദ്ധതിയുടെ ഭാഗമായുള്ള കനാൽക്കര സൗന്ദര്യവൽക്കരണത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിക്കും.
PP ചിത്തരഞ്ജൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. അമ്പലപ്പുഴ MLA സലാം യോഗത്തിന് സ്വാഗതം പറയും. KC വേണുഗോപാൽ MP ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, വിവിധ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. ജനകീയ വികസന നേട്ടങ്ങൾ അടയാളപ്പെടുത്തി ചെറുതല വികസന സദസ് നടത്തി. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി രാജു വികസന സദസ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ രൂപീകരിച്ച മിഷൻ നന്നായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് കേരളത്തിന്റെ മണ്ണിൽ നമുക്ക് നേരിട്ട് ബോധ്യപ്പെടാൻ വേണ്ടി കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള നിരവധി നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു ഉത്പാദന മേഖലയിൽ. മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് ലൈഫ് എന്ന് പറയുന്ന പദ്ധതിയാണ്. ഗവൺമെന്റ് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് കൊടുക്കുന്നതിന് വേണ്ടി നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇതിനു മുൻപൊക്കെ നാം രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ജനപ്രതിനിധികളാണ്. ഒരു ജനപ്രതിനിധികളും ഈ യോഗത്തിലുണ്ടാവും. വീടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയ പരിമിതികളായിരുന്നു ഉണ്ടായിരുന്നത്. ആ വീടിനെ സംബന്ധിച്ച് പരിമിതികളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. പക്ഷെ അത് വ്യാപകമാക്കിക്കൊണ്ട് ഏറ്റവും അടിത്തറയിൽ താമസിക്കുന്ന ഒരു മനുഷ്യന്റെ സ്വപ്നം എന്ന് പറയുന്നത് അവന് അടച്ചുറപ്പുള്ള ഒരു വീട് നിർമ്മിക്കുക എന്നുള്ളതാണ്. ആ വീടിന് വേണ്ടിയിട്ടാണ്, ആ വീട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈഫ് എന്ന് പറയുന്ന മിഷന് രൂപം കൊടുത്ത് ഈ നാടിനകത്ത് നല്ല നിലയിൽ കുടുംബശ്രീ പ്രസ്ഥാനത്തെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ കണക്കെടുത്തു. അതിനുശേഷം ഏതാണ്ട് 9 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളെയാണ് നമ്മുടെ കേരളത്തിൽ കണ്ടെത്തിയത്. 72,000-ഓളം വീട് ലൈവായി പണി ആരംഭിച്ചിങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ കിടക്കുന്നു, കടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. ചെറുതല ഗ്രാമപഞ്ചായത്ത് വികസന സദസ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി രാജു ഉദ്ഘാടനം ചെയ്തു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ പഞ്ചായത്തിലെ 20 അതിദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തി അതിദാരിദ്ര്യം ഇല്ലാതാക്കിയതായി സദസ്സിൽ അവതരിപ്പിച്ച പഞ്ചായത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി. ലൈഫ് ഭവന പദ്ധതി വഴി ഭവനരഹിത ഗുണഭോക്താക്കളിൽ 96 പേർക്കോളം വീട് പൂർത്തീകരിച്ചു നൽകി. 23 വീടുകളുടെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുന്നു. ഭൂരഹിത ഭവനരഹിത ഗുണഭോക്താക്കളിൽ 7 പേർക്ക് സ്ഥലം വാങ്ങി നൽകി. DG കേരളം വഴി കണ്ടെത്തിയ 1872 പഠിതാക്കളുടെയും പരിശീലനം പൂർത്തീകരിച്ചു. പാലിയേറ്റീവ് കെയർ രംഗത്ത് 6 ആശുപത്രികളിലായി രജിസ്റ്റർ ചെയ്ത 349 കിടക്ക രോഗികൾക്ക് എല്ലാ മാസവും വീടുകളിലെത്തി പരിശോധന നടത്തി ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെന്നും സദസ്സിൽ ചൂണ്ടിക്കാട്ടി. വികസന സദസ്സിൽ കർഷകർ, വിദ്യാർത്ഥികൾ, പ്രതിഭകൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സാമൂഹികക്ഷേമ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ പ്രവർത്തകർ, മറ്റ് പൊതുപ്രവർത്തകർ എന്നിവരെ ആദരിച്ചു. ചടങ്ങിൽ ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷ ശോഭന അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രസ് റിപ്പോർട്ട് പഞ്ചായത്ത് അംഗം മായാദേവി പ്രകാശനം ചെയ്തു. റിസോഴ്സ് പേഴ്സൺ R രഞ്ജിത്ത് സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും പഞ്ചായത്ത് സെക്രട്ടറി P ശ്രീദേവി അമ്മ പഞ്ചായത്തിന്റെ നേട്ടങ്ങളും അവതരിപ്പിച്ചു. ഓപ്പൺ ഫോറം ആസൂത്രണ സമിതി അംഗം C പ്രസാദ് നയിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം A ശോഭ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രസാദ് കുമാർ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിനു ചെല്ലപ്പൻ, നിസാർ അഹമ്മദ്, പഞ്ചായത്ത് അംഗങ്ങളായ സ്മിതാമോൾ വർഗീസ്, ശ്രീകല സത്യൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. അസ്മിത വിമൻസ് കയാക്കിംഗ് കനോയിങ് ലീഗിന് ആലപ്പുഴയിൽ തുടക്കമായി. പുന്നമട സായിൽ സംഘടിപ്പിച്ച ചടങ്ങ് കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ബൽറാം കുമാർ ഉപാധ്യായ് ഉദ്ഘാടനം ചെയ്തു. Good to see that LFP is the national center of excellence in that. So I really take it as an opportunity to interact with the youth and the young players who have come all across from India. This particular program, I was told, Asmita is ഇന്ത്യൻ കയാക്കിംഗ് കനോയിങ് അസോസിയേഷനും സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഇന്ത്യയും കേരള കയാക്കിംഗ് ആൻഡ് കനോയിങ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അസ്മിത വിമൻസ് കയാക്കിംഗ് കനോയിങ് ലീഗിന് ആലപ്പുഴയിൽ തുടക്കമായി. പുന്നമട സായിയിൽ കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ബൽറാം കുമാർ ഉപാധ്യായ് ഉദ്ഘാടനം ചെയ്തു. KKCA പ്രസിഡന്റ് അനിൽ ബോസ്, സെക്രട്ടറി S ബീന, ആലപ്പുഴ സായി AD രജത് ശർമ്മ, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി CT സോജി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മത്സരങ്ങളിൽ ആദ്യമായി സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത്. അമ്പലപ്പുഴ മണ്ഡലം വികസനോത്സവം 2025 ഈ മാസം 12-ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സലാം MLA പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്.
അമ്പലപ്പുഴ മണ്ഡലം വികസന മഹോത്സവം എന്ന പേരിൽ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. MLAയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ കൂടി ചേർന്ന് ആ നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിൽ ഈ മാസം 12-ാം തീയതി നാളെ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി മണ്ഡലം വികസന മഹോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. ആലപ്പുഴ വലിയകുളം മൈതാനിയിലാണ് ആ പരിപാടി അദ്ദേഹം നിർവഹിക്കുന്നത്. അദ്ദേഹത്തിന് പുറമെ 12 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ ഈ മഹോത്സവത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള ശ്രീ സജി ചെറിയാൻ, ശ്രീ പി പ്രസാദ്, ശ്രീ PA മുഹമ്മദ് റിയാസ്, ശ്രീ OR കേളു, ശ്രീ റോഷി അഗസ്റ്റിൻ, ശ്രീമതി R ബിന്ദു. അമ്പലപ്പുഴ മണ്ഡലം വികസനോത്സവം 2025 ഈ മാസം 12-ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് HSLAM MLA പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് MLA ഇക്കാര്യം അറിയിച്ചത്. 12-ന് രാവിലെ ആലപ്പുഴ വലിയകുളം മൈതാനിയിലാണ് അമ്പലപ്പുഴ മണ്ഡലം വികസനോത്സവത്തിന് മന്ത്രി തുടക്കം കുറിക്കുന്നത്. തുടർന്ന് ഈ മാസം 30 വരെ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിലായി നടത്തുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെയും പൂർത്തീകരിച്ച പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വിവിധ വകുപ്പ് മന്ത്രിമാർ നടത്തുമെന്നും HSLAM MLA കൂട്ടിച്ചേർത്തു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ, ഉപാധ്യക്ഷൻ PSM ഹുസൈൻ എന്നിവരും ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അമ്പലപ്പുഴ താലൂക്ക് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നഗരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്ത റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വികസന മുന്നേറ്റങ്ങൾ എണ്ണിപ്പറഞ്ഞ് മുതുകുളം പഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KV ജ്യോതിപ്രഭ ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ പൈതൃക പാലങ്ങളിൽ ഇടം നേടിയ മുപ്പാലം പുനർനിർമ്മിച്ച് 4 പാലമാക്കിയതിന്റെ ഉദ്ഘാടനം ഈ മാസം 15-ന് നടക്കുമെന്ന് ഭാരവാഹികൾ. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് 4 പാലത്തിന്റെ ഉദ്ഘാടനം നടത്തും. ജനകീയ വികസന നേട്ടങ്ങൾ അടയാളപ്പെടുത്തി ചെറുതന വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രുക്മിണി രാജു വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. അസ്മിത വിമൻസ് കയാക്കിംഗ് കനോയിങ് ലീഗിന് ആലപ്പുഴയിൽ തുടക്കമായി. പുന്നമട സായിൽ സംഘടിപ്പിച്ച ചടങ്ങ് കേരള പോലീസ് അക്കാദമി ഡയറക്ടർ ബെല്ലാം കുമാർ ഉപാധ്യായ് ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ മണ്ഡലം വികസനോത്സവം 2025 ഈ മാസം 12-ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് HSLAM MLA പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.